കേരളത്തിൽ സാന്ത്വന പരിചരണം സാർവത്രികമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. സാന്ത്വന പരിചരണ രംഗത്ത് നിലവിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാതല പാലിയേറ്റീവ് സംഗമം ഞാങ്ങാട്ടിരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എന്താണ് അതിന്റെ കാരണം? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രമേ സാധ്യമാവുന്നത്? ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വേർതിരിവില്ല. മറ്റെല്ലായിടത്തും മനുഷ്യർ വേറെ വേറെ കള്ളിയിലാണ്. ആ കള്ളി പൊളിച്ച് അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇങ്ങനെ ചേർന്നിരിക്കാൻ പറ്റില്ല. അതാണ് കേരളത്തിൽ അത് സാധ്യമാവും. അപ്പൊ നമ്മൾ കാണേണ്ടത് നമ്മുടെ കരുത്ത് എന്നതാണ്. ഇതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധ്യമാവുന്നത് എന്നതാണ്. അത് സംരക്ഷിക്കണം. ജാതി, മതം, കക്ഷി രാഷ്ട്രീയം, അത്തരം വേർതിരിവുകൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് തടസ്സമായിട്ടില്ല. അതുകൊണ്ട് ഈ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തെ കൂടുതൽ വിപുലീകരിക്കണം എന്നതാണ് സർക്കാർ കണ്ടെത്തുന്നത്. ഇത് ശക്തിപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം തദ്ദേശ സ്ഥാപന അസോസിയേഷൻ ഭാരവാഹികളുടെ ഒരു യോഗം വിളിച്ചു. സാന്ത്വന പരിചരണ രംഗത്തെ കൂടുതൽ വിപുലീകരിക്കുകയും കേരളത്തിൽ സാന്ത്വന പരിചരണം സാർവത്രികമാക്കുകയുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു. സാന്ത്വന പരിചരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അർപ്പണബുദ്ധിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണെന്ന് മന്ത്രി പറഞ്ഞു. ഞായറാഴ്ച രാവിലെ ഞാങ്ങാട്ടിരി AUP സ്കൂളിൽ വെച്ചായിരുന്നു ജില്ലാതല പാലിയേറ്റീവ് വളണ്ടിയർ സംഗമം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഞാങ്ങാട്ടിരി പ്രത്യാശ പാലിയേറ്റീവ് കെയർ സെന്ററിനായി TK നാരായണൻ സംഭാവന ചെയ്ത സ്ഥലത്തിന്റെയും TV മുഹമ്മദ് കുട്ടി സംഭാവന ചെയ്ത വാഹനത്തിന്റെയും രേഖകൾ ചടങ്ങിൽ മന്ത്രി ഏറ്റുവാങ്ങി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി എന്നിവരെ മന്ത്രി ആദരിച്ചു. ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് VP ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. M. പ്രദീപ് ആമുഖ പ്രഭാഷണം നടത്തി. TK നാരായണൻ, TV മുഹമ്മദ് കുട്ടി, PK ജയ, A. കൃഷ്ണകുമാർ മാസ്റ്റർ, K. പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. M. ബ്രഹ്മദത്തൻ സ്വാഗതവും TK ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. വളണ്ടിയർ പരിശീലനം, നഴ്സസ് പരിശീലനം, ജില്ലാ ഭാരവാഹി സംഗമം എന്നിവയും ഉണ്ടായിരുന്നു. ജില്ലയിലെ വിവിധ പാലിയേറ്റീവ് യൂണിറ്റുകളിൽപ്പെട്ട 100 കണക്കിന് ആളുകളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. CCTV ന്യൂസ്, തൃത്താല.